കോസ്മസ് പൂക്കൾ കണ്ട ചാഞ്ഞ് വീണ് കിടന്ന് വെച്ചാണ് മഴ വന്നപ്പോഴത്തേക്കും ചെടി അങ്ങനെ തന്നെ ചാഞ്ഞു പോയി. പക്ഷേ ഒരു കോലൊക്കെ കെട്ടി ഒരു വള്ളിയൊക്കെ കെട്ടി കൊടുത്തപ്പോൾ ആൾ നല്ല നിവർന്ന് നിൽപ്പുണ്ട്. കോസ്മസ് പൂക്കൾ കണ്ട. പിന്നെ വേറൊരു വെറൈറ്റി കോസ്മസ് ഉണ്ട് ഇവിടെ കണ്ട. ദേ റോസ, കട്ട റോസ പോലത്തെ കോസ്മസ് കണ്ട. നിറച്ച ഇതളുകളാണ്. ഡബിള് ത്രിബിള് പൂക്കളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കണേ. 2 പൂവേ വിരിഞ്ഞിട്ടുള്ളു. നല്ലൊരു ചെടിയാണ് കോസ്മസ്. ഇഷ്ടം പോലെ പൂക്കളുണ്ടാവും ഇതിൽ. വേറെ വെറൈറ്റി ചെടികളൊക്കെ ഉണ്ട് ഇവിടെ. എന്താ പൂക്കളൊക്കെ വിരിഞ്ഞ് അങ്ങനെ ഉല്ലസിച്ച് നിൽക്കണതാണ് ചെടികൾ. പനിക്കൂർക്ക ഇത് റോഡ് സൈഡിലൊക്കെ കാണുന്ന ചെടിയാണ്. ഇവിടെ ഒരു കൊമ്പുണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെ അതും അങ്ങനെ പിടിച്ചു വന്ന് പൂക്കൾ വിരിഞ്ഞ് വെള്ളപ്പൂക്കളാണ് വിരിഞ്ഞത്. സൂപ്പറല്ലേ എൻ്റെ ചെടികൾ? നല്ല അടിപൊളി പൂക്കളാണ് എല്ലാത്തിലും. ചുവപ്പ് പിന്നെ കളർ ചെടികൾ. ഓക്കെ, ഇന്നിപ്പോൾ ഇത്രയുള്ള ഗൈസ്. ഓക്കെ, താങ്ക് യു. സീനിയയിൽ പൂക്കൾ വിരിഞ്ഞിട്ട് അങ്ങനെ സീനിയ ഏകദേശം ഉണങ്ങി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കണേയാണ്. എന്നാലും അത് പോയിട്ടില്ല. പിന്നെ അതിന് പൂ വിരിഞ്ഞുകൊണ്ടിരിക്കണേണ്. കുറേ നാളെ നിൽക്കും സീനിയയുടെ പൂക്കൾ. പിന്നെ ഔഷധ ചെടികളുണ്ട് ഇവിടെ. ആനച്ചുവടി അങ്ങനെ കിട്ടിയപ്പോൾ കൊണ്ടുവന്ന് നട്ടിട്ട് അതും പിടിച്ച് ഇപ്പുണ്ട്. ആനച്ചുവടി ഭയങ്കര ഔഷധ ഗുണമുള്ള സാധനമാണ്. ഹൃദയ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കരളിൻ്റെ ഉറപ്പിനും എല്ലാവിധ അസുഖങ്ങൾക്കും നല്ലതാണ് ആനച്ചുവടി. അതും അങ്ങനെ 5-10 കിട്ടിയപ്പോൾ കൊണ്ടുവന്ന് നട്ട് വെച്ച് സംഭവം പിടിച്ച് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. മുറ്റത്ത് മണ്ണിലൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് ഇത് ആനച്ചുവടി കൽപ്പൊടിയിലെ പിടിക്കുള്ളൂ. പക്ഷേ ഞങ്ങളുടെ ഈ കടപ്പുറം മണ്ണിലും ആനച്ചുവടി പിടിച്ച് നന്നായിട്ട് നല്ല ഉഷാറോടെ നിൽക്കണേ. പിന്നെ നമ്മുടെ കാന്താരി മുളക് ഉണ്ടായിട്ടാ കണ്ട. പച്ചക്കാന്താരിയാണ് പഴുത്ത് നിൽക്കണതാണ് ഇപ്പം മുളക് ഉണ്ടായിട്ട്. അത്ര അധികമൊന്നും ഉണ്ടായില്ല, കുറച്ചേ ഉണ്ടായില്ല. എന്നാലും വീട്ടാവശ്യത്തിന് എടുക്കാനൊക്കെ പറ്റി കാന്താരി മുളക്. പുറത്തുനിന്ന് ഇപ്പം ഒരു കാന്താരി കണ്ട. ഓരോന്നൊക്കെ ഉള്ളു. വളം ഇത്തിരി കുറഞ്ഞു പോയിട്ടാണ്. കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്ത് നന്നാക്കി എടുക്കുന്ന ആൾക്കാരാണ്. തക്കാളി ഉണ്ടായിട്ടുണ്ട്. തക്കാളി 5-6 പറിച്ചെടുത്ത്. ഓക്കെ, ഇന്നിപ്പോൾ ഇത്രയുള്ള ഗൈസ്. ഓക്കെ, താങ്ക് യു.